ഞാൻ ചാനൽ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ ആരോടും അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡിനോട് പറയാറുണ്ട് ഇതിന്റെ എഫേർട്ട്, കാരണം എന്നെ കൂടുതൽ പേഴ്സണലി അറിയുന്നത് ഒരാളാണല്ലോ. ഹലോ, വെൽക്കം ബാക്ക് ടു ആംസ് വ്ലോഗ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം, നിങ്ങളോട് പറയാന്നുള്ളത് കരുതിയിട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ ചാനൽ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഭയങ്കര കഷ്ടത്തിലാണ്. ഒരു ഫ്രീസ് ആയ അവസ്ഥയായിട്ട്, ഒരു ഫ്രീസ് സ്റ്റേജിലാണ് ഇപ്പൊ എന്റെ ചാനൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ചാനൽ വന്നിട്ട് 6K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 6K ആയെന്ന് പറയാൻ പറ്റില്ല, അത് അടുത്താവും എന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കൽ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. എനിക്ക് അത്ര ടൈമൊന്നും ആവാറുമില്ല. നമുക്കറിയാം ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇത്രയെങ്കിലും നമുക്ക് എടുക്കേറ്റാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ നമുക്കറിയാം നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിനനുസരിച്ച്. 5981 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ നിലവിൽ ഞാനൊരു വീഡിയോ ഇടുന്നത് വരെ, ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്നത് വരെ ഉള്ളത്. എന്നോ ആയിട്ട് 5960 സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഫ്രീസ് ആയ കണ്ടീഷൻ ആയിട്ടാണെന്ന് തോന്നുന്നു എനിക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല, വ്യൂ കയറുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. ഞാനൊരു പാഷന്റെ പുറത്ത് മാത്രമായിട്ടല്ല, ഞാനൊരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ മുന്നിട്ട് കണ്ടിട്ട് തന്നെയാണ് മിക്ക യൂട്യൂബേഴ്സ് ആയാലും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇത് എനിക്കൊരു പാഷൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കിത് നിർത്താൻ പറ്റണില്ല. ഇനി ആരൊക്കെ എന്നോട് നിർത്താൻ പറഞ്ഞാലും എനിക്കിത് നിർത്താൻ പറ്റാത്ത വിധം ഞാൻ ഇതെന്റെ ഒരു ലൈഫിന്റെ ഭാഗമായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 50 വ്യൂ 40 വ്യൂയിലായിട്ട് പോലും ഞാൻ ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും, എൻ്റെ ഒരു നല്ല സമയങ്ങൾ ഞാൻ ഭൂരിഭാഗവും ഞാൻ ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കുന്നുണ്ട്. സോ ഞാൻ ഇതിങ്ങനെ ചെലവാക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ എന്തിനു വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നതായിക്കോട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ്, അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ്, കുറച്ചെങ്കിലും എന്റർടൈൻമെന്റ് ആവുന്നുണ്ട് കരുതിയിട്ടാണ് ഞാൻ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യാറ്. പക്ഷെ അത് നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു ചാനൽ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചാലോ എന്ന് കരുതാം. അത് നിങ്ങളുടെ ആരോടുള്ള ഒരു പരിഭവം കൊണ്ടുമല്ല, നമുക്കിപ്പോൾ ഉള്ളത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. അത് മാത്രമല്ല, എന്റെ ചാനലിലുള്ള വീഡിയോസ് ഒന്നും അധികം പേരിലേക്ക് എത്തുന്നില്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ കയറേണ്ടതാണ്. അപ്പൊ എന്റെ ചാനലിന്റെ പ്രശ്നമാണ്. കാരണം എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് മാസങ്ങൾ മുന്നേ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും എന്റെ സിറ്റുവേഷൻ കാരണം എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയിട്ടും നമ്മുടെ ചാനലിൽ തീരെ ഒരു ഗ്രോത്തും കാണുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. ഞാൻ കരയുന്നില്ല എന്നേ ഉള്ളൂ, ഭയങ്കര സങ്കടമുണ്ട്. ഇതെന്താണ് ഇങ്ങനെ എനിക്ക് മാത്രം, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനായിട്ടുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ചാനൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണം എന്നാണോ, അതോ ഇത് നിർത്താം എന്നുള്ളതാണോ എന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോക്കെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണോ, ചാനൽ നിർത്തണോ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ എത്ര കമന്റ് ചെയ്യാൻ പറഞ്ഞാലും ലൈക്ക് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ മിക്കവരും ചെയ്യലില്ല എന്നുള്ളതാണ് ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര എഫേർട്ട് പിടിച്ചൊരു കാര്യമല്ല. എനിക്കറിയാവുന്ന 1-2 പേര് മാത്രമേ ഞാൻ പലരോടും എന്നോട് പേഴ്സണലി ടച്ച് ഉള്ളവരോടൊക്കെ ഞാൻ പറയാറുണ്ട് കമന്റ് ചെയ്യാനായിട്ടോ ലൈക്ക് ചെയ്യണം. നമ്മുടെ വീഡിയോയ്ക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഇപ്പോഴത്തെ ഒരു അൽഗോരിതം വെച്ച് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്നെ അറിയുന്ന 1-2 പേര് മാത്രമേ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, 2-3 പേര് മാത്രമേ കമന്റ് ചെയ്യാറുള്ളൂ. ലൈക്ക് ചെയ്യുന്നവരെ പേര് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. സോ നിങ്ങൾക്കതൊരു എഫേർട്ട് ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ വീഡിയോ ചാനലിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഡിസ്ലൈക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കമന്റ് ആയാലും നല്ലത് പറയണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് എന്തായാലും പറയാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പറയേണ്ട ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാനാണോ താല്പര്യം, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണോ, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്റെ ചാനലിന്റെ പ്രോബ്ലം വന്നിട്ട് ഇപ്പൊ ഫ്രീസ് ആയ ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞല്ലോ. സോ പലരിലേക്കും നമ്മുടെ വീഡിയോ എത്തുന്നുമില്ല. ആകെ 300-400 പേരിലേക്ക് മാത്രമേ നമ്മുടെ ചാനലിന്റെ ഈ ഒരു വീഡിയോ എത്തുന്നുള്ളൂ. അതിൽ നമുക്കൊരു 10-40 ആളെ കാണുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. 1000 ആൾക്കാർ കണ്ടാലേ 1000 ആളിലേക്ക് നമ്മുടെ വീഡിയോ സജഷൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 100 വ്യൂ എങ്കിലും ഉണ്ടാവുള്ളൂ. പക്ഷെ 1000 ആളിലേക്ക് ഇത് പോകുന്നില്ലെന്നാണ് പ്രശ്നം. അപ്പൊ ഈ ഒരു വീഡിയോ എങ്കിലും നമുക്ക്
നിങ്ങൾ കമന്റും ലൈക്കൊക്കെ ചെയ്തിട്ട് എനിക്കൊന്ന് അറിയണമെന്നുണ്ട് നമ്മുടെ അൽഗോരിതം എൻ്റെ ഒരു ചാനലിൻ്റെ റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ നിർത്തി പുതിയൊരെണ്ണം സ്റ്റാർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ ഇനി ഇൻസ്റ്റാഗ്രാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലോ, യൂട്യൂബ് ചാനൽ വേണ്ട വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അറിയിക്കുക. കാരണം ഒരു വീഡിയോയ്ക്ക് മാത്രമല്ല, ഷോർട്സിനായാലും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരെ ആരും ഞാൻ എന്ത് അഭിപ്രായം ചോദിച്ചാലും, നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത്, നിങ്ങളുടെ സ്കിൻ കെയർ ഇഷ്യൂസ് എന്താ, എന്ത് ചോദിച്ചാലും എനിക്ക് ഒരു റെസ്പോൺസും കിട്ടാറില്ല. ഞാൻ പറഞ്ഞ പോലെ 4 ലൈക്കോ, ഇപ്പൊ ലാസ്റ്റ് ഇട്ട 2 കമ്മ്യൂണിറ്റി പോസ്റ്റ് 3 വരെ 2 ലൈക്കോ 3 ലൈക്കോ മാത്രമേ ഉള്ളൂ. ആകെ ഒരു കമന്റ് എങ്ങാണ്ടുള്ളൂ. അതും എന്റെ കൊളീഗായിട്ടുള്ളൊരു കുട്ടി ചെയ്ത കമന്റ് ആണ്. അപ്പോ എനിക്ക് അറിയണം കേട്ടോ, സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് ഈ ഒരു ചാനല് കാരണം എന്റെ ടൈം വേസ്റ്റ് ആയി പോകുന്ന പോലെ ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ, അതായത് ഇപ്പൊ ഉള്ളൊരു വീഡിയോ അല്ല, അതല്ലാണ്ട് ഞാനൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും എൻ്റെ ഒരു ദിവസത്തെ മാറ്റി വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ലോങ് വീഡിയോ നമുക്ക് റിപ്പീറ്റ് അടിച്ച് ലൈവായിട്ട് പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ്. ചിലപ്പോൾ കറന്റ് പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കും, മഴ പെയ്യുന്ന സൗണ്ട് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ നോക്കിയിരുന്ന് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. അതുപോലെ നെറ്റ് നമ്മൾ അഡീഷണൽ എത്രയോ നെറ്റ് നമ്മൾ ഇതിനായിട്ട് നമുക്ക് വേണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന് ചുറ്റും. പക്ഷെ അതൊക്കെ എന്നെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. അതൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് നമ്മളൊരു ചാനലിലേക്ക് ഇറങ്ങി തിരിച്ചതും. പക്ഷെ ഞാനിപ്പം എൻ്റെ ഒരു ഫീലിങ്സ്, ഞാൻ എൻ്റെ സന്തോഷങ്ങൾ അറിയിക്കുന്ന പോലെ എൻ്റെ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡിനോട് പറയാറുണ്ട് ഇതിന്റെ എഫേർട്ട്. കാരണം എന്നെ കൂടുതൽ പേഴ്സണലി അറിയുന്നത് ഒരാളാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് ചിലപ്പോ വീഡിയോ ഇടാ അങ്ങനെ ഓള് വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്, അത്രേ അറിയുള്ളൂ കേട്ടോ. പക്ഷെ അവന് നമ്മൾ പേഴ്സണലി നമുക്ക് എല്ലാവരും ഹസ്ബൻഡ്സിനാവുമായിരിക്കില്ല നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാം. അപ്പോ എന്ത് ചെയ്യണം എന്നുള്ള ഞാൻ ഒരുപാട് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. ഒരു മഞ്ജുള എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുക്കിംഗ് ചാനലൊക്കെ ഉള്ളൊരു ചേച്ചിയുണ്ട്. അപ്പൊ ഞാൻ ഒരു ഗ്രൂപ്പ് വഴിയാണ് ചേച്ചിനെ എനിക്ക് പരിചയം. ചേച്ചിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒരു ഏട്ടനുണ്ടായിരുന്നു. ഏട്ടന്റെ പാഷനും ഇതായിരുന്നു. പക്ഷെ ആൾക്കും ആളുടെ സിറ്റുവേഷൻ കാരണം ഇപ്പൊ വേറെ ജോലിയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ആളും ബിസി ആയി പോയി ആളുടെ വർക്കില്. അപ്പോ എനിക്കിത് ഞാൻ മാക്സിമം ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്, ചാനലിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയതൊരു 6-7 പേർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ചിലവരെ റെസ്പോൺസ് തരാറുള്ളൂ, ചിലർ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അവരൊക്കെ പറഞ്ഞത് ചാനൽ നിർത്തണ്ട, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതാണ്. പക്ഷെ എന്റെ വ്യൂവേഴ്സിന്റെ അഭിപ്രായം കൂടെ നോക്കണ്ടേന്ന് ഞാൻ കരുതി. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആവാം എന്നും അവര് പറയുന്നുണ്ട്. ചിലപ്പോൾ പണ്ട് എന്നോ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും, ഇപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റഡ് അല്ല, അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലാഞ്ഞിട്ടും ആയിരിക്കാം എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ഇതിൽ എന്തായാലും കമന്റ് ചെയ്യാം, ഡിസ്ലൈക്കോ ലൈക്കോ എന്താ വെച്ചാൽ ചെയ്യാം. അതുപോലെ എന്താ പറയാ, ഈ പുതിയൊരു വ്യൂവർ ആണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, വീഡിയോ രസം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയൊരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.